റിഹേഴ്സലൊക്കെ അന്ന് മുന്നോട്ട് വെച്ചത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ആ മോചനത്തിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യഹൂദർക്ക് അസിമുലേഷൻ സാധ്യമല്ല. കാരണം ഈ വെസ്റ്റേൺ സൊസൈറ്റീസ് അത്രയും ഹോസ്റ്റൈലാണ് അവരുടെ അടുത്ത്, അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. അസിമുലേഷൻ സാധ്യമല്ലാത്തതുകൊണ്ട് യഹൂദർക്ക് സ്വന്തമായിട്ടൊരു ഹോംലാൻഡ് വേണം എന്നാണ് സയനിസ്റ്റുകൾ അന്ന് മുന്നോട്ട് വെച്ചത്. ഈ ഹോംലാൻഡ് പാലസ്റ്റൈനിലാവണമെന്ന് അവർ നിർബന്ധം പിടിച്ചിട്ടില്ല. ആദ്യകാലത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുഗാണ്ടയിൽ ഇസ്രായേൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അർജൻറ്റീനയിൽ ഉണ്ടായിരുന്നു. യുഗാണ്ടയിൽ ഇസ്രായേൽ ജൂവിഷ് ഹോം സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി തന്നെയാണ്. അന്ന് ഡേവിഡ് ലോയിഡ് ജോർജ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് യുഗാണ്ട പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് വേൾഡ് സയനിസ്റ്റ് കോൺഗ്രസ് അതിനെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പലർക്കും അതറിയില്ല. അപ്പോൾ അത് ഇവർ പക്ഷേ യഹൂദർ മൈഗ്രേറ്റ് ചെയ്തത് കൂടുതലും ഓട്ടോമൻ ലാൻഡിലേക്കാണ്. 2 കാരണങ്ങളാൽ. ഒന്ന്, ഒരു ബിബ്ലിക്കൽ കണക്ഷൻ ഉണ്ട്. കാരണം ഇവർ ഛിന്ന ഭിന്നമായി പോയത് ജെറുസലേമിൽ നിന്നാണ്. അപ്പോൾ